അശ്വന്ത് കോക്കിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന മൂവി റിവ്യൂവറാണ്, യൂട്യൂബറാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വന്നു. അദ്ദേഹം അതിനകത്ത് വലിയ രോഷാകുലനായി പ്രതികരിക്കുന്നത് കണ്ടു. എന്തായാലും പുതുതായി പുറത്തിറങ്ങിയ അംഗം അട്ടഹാസം എന്ന ചിത്രം, സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ആണ് അതിൽ നായക കഥാപാത്രത്തിലെത്തിയത്. ആ ചിത്രത്തിന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പണം ചോദിച്ചു എന്ന് ഈ മാധവ് രാംദാസും അതിൻ്റെ അണിയറക്കാരും ആരോപിച്ചതിന് മറുപടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നത്. അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. തനിക്ക് എന്തിനാണ് ഇവരുടെ നക്കാപ്പിച്ച പണം എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ തനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ഈ പറഞ്ഞ 1 ലക്ഷത്തിനേക്കാൾ കൂടുതൽ രൂപ കിട്ടും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ഇൻഫ്ലുവൻസേഴ്സായി മാറിയ യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സും ഒക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് പണം വാങ്ങിയിട്ടാണോ എന്നൊരു സ്വാഭാവികമായ ചോദ്യം പൊതുസമൂഹത്തിന് വരും. അതിനും കൂടി ഉത്തരം പറയേണ്ട ബാധ്യത സ്വാഭാവികമായും റിവ്യൂവർമാർക്ക് ഘട്ടത്തിൽ വരികയാണ്. അജിംസ്, എന്താണ് അശ്വന്ത് കോക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്? അദ്ദേഹത്തിൻ്റെ വാദമുഖമാണോ അതോ ഈ സിനിമാക്കാരുടെ വാദമുഖമാണോ കൂടുതൽ സത്യസന്ധതയോടുകൂടി നമുക്ക് എടുക്കാൻ കഴിയുന്നത്? മലയാള സിനിമ ഒരു ദശാസന്ധിയിലാണിപ്പോൾ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോവിഡിന് മുമ്പും ശേഷമൊക്കെ ആയിട്ട് ധാരാളം സിനിമകൾ ഇറങ്ങുമായിരുന്നു. നമ്മൾ ഓർക്കും ഇത്രയും സിനിമയൊക്കെ എന്തിനാണ് ഇറങ്ങുന്നത്, ഇതൊക്കെ ആര് കാണാനാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ സിനിമ ഇറങ്ങും. ഇപ്പോൾ അത്തരം സിനിമകൾ ഇറങ്ങുന്നില്ല. സിനിമകൾ ഇറങ്ങുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം OTT പ്ലാറ്റ്ഫോമുകൾ കണ്ണും പൂട്ടി സിനിമ വാങ്ങുന്ന പരിപാടി അങ്ങ് നിർത്തി എന്നുള്ളതാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒരു സിനിമ ഇറക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ട് അവർ വാങ്ങും. അത് അവരുടെ പ്ലാറ്റ്ഫോമിൽ അത് പ്രദർശിപ്പിക്കാൻ പറ്റിയതാണെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ നേരത്തെ തന്നെ സ്ക്രിപ്റ്റൊക്കെ നോക്കി ഡയറക്ടറെ നോക്കി അതിൻ്റെ ക്രാഫ്റ്റ് എങ്ങനെ ആയിരിക്കണം, അവർ ചില സജഷൻ കൂടി വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ആ സിനിമയെക്കുറിച്ച് ഒരു സജഷൻ കൂടി പ്ലാറ്റ്ഫോം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത്രയും ക്വാളിറ്റി നോക്കിയിട്ട് അവർ സാധനം എടുക്കുന്നുള്ളൂ. അപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ കണ്ണും പൂട്ടി സാധനങ്ങൾ വാങ്ങാതായതുകൂടി ഇത്തരം ചവറ് സിനിമകളുടെ വരവ് ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ ചവറ് സിനിമകൾ വന്നതോടൊപ്പം തന്നെയാണ് മലയാളത്തിൽ എന്താണ് പറയുക, ഈ റിവ്യൂ വ്ളോഗിങ് എന്ന് പറയുന്ന പരിപാടി കൂടുതൽ ഊർജ്ജസ്വലമായത്. അശ്വന്ത് കോക്കൊക്കെയും കുറേ കൂടി പോപ്പുലർ ആവുന്ന സമയത്താണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അവരെന്താ ചെയ്യുന്നത്? റിവ്യൂ ആണ്. ഞാൻ വ്യക്തിപരമായി അത്തരം വ്ളോഗിങ് റിവ്യൂവിനെ അനുകൂലിക്കുന്ന ആളല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ റിവ്യൂ അല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്? ഒന്നിലൊരു സിനിമ നല്ല സിനിമയാണെന്ന് ആൾക്ക് ബോധ്യമുള്ള സിനിമ, നല്ല സിനിമയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സിനിമയെ വാനോളം പുകഴ്ത്തുന്നു. അത് കൊള്ളാം, ഇത് കൊള്ളാം, അത് അടിപൊളി, ഇത് വിട്ടുള്ളൂ. ഈ പിന്നെ ചെയ്യുന്നത് എന്താണ്? ഈ പൊട്ട സിനിമകളുണ്ടല്ലോ, അത് പോയി കണ്ടിട്ട് വന്നിട്ട് ഇവർ ചീത്ത വിളിക്കുന്നു. എന്തിനാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്? റിവ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ രീതിയാണ്. മുൻപ് പത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണിയാണത്. സിനിമാവാസികൾ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. പത്രങ്ങളിൽ ഉണ്ടാവുമല്ലോ. ടൈംസ് ഓഫ് ഇന്ത്യ അതിൽ എക്സൽ ചെയ്തൊരു മേഖലയാണ് സിനിമ റിവ്യൂ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവർ സ്റ്റാർ കൊടുക്കും. ഇത്ര സ്റ്റാർ ഉണ്ട് ഈ പടത്തിന്. അവരതിനെ എന്താണ് വളരെ സൗന്ദര്യശാസ്ത്രപരമായി സിനിമാറ്റിക്കായിട്ട് അതിന് വിശകലനം ചെയ്തിട്ടാണ് പറയുക. അതിൻ്റെ ടെക്നോളജി, ടെക്നിക്കൽ സൈഡ്, അതിൻ്റെ സ്ക്രിപ്റ്റ്, അഭിനയം, ഇതെല്ലാം വളരെ സയൻറ്റിഫിക്കായി പ്രൊഫഷണലിയാണ് അത് റിവ്യൂ ചെയ്യുന്നത്. നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സിനിമയ്ക്കുള്ള പ്രശ്നം, ഇതിൻ്റെ പ്ലസ് പോയിന്റ് നമുക്ക് മനസ്സിലാവും. അതൊട്ടും സർക്കാസ്റ്റിക്കായിട്ടോ കളിയാക്കുന്ന രീതിയിലോ ഒന്നും അല്ല അവരത് ചെയ്യുക. വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്യുക. പക്ഷെ നമുക്ക് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും കാണാൻ പറ്റുന്നതാണോ, തിയേറ്ററിൽ പോയി കാണണോ വേണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇതങ്ങനെയല്ല. ഇത് അവർ വ്യൂസ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യൂസ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു. ആ സിനിമയിലെ നായകൻ്റെ കോസ്റ്റ്യൂം അണിഞ്ഞു വരുന്നു, അലറി വിളിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇതിന് ഞാൻ ഫിലിം റിവ്യൂ എന്ന ഗണത്തിൽപ്പെടുന്നില്ല. അവർ യൂട്യൂബേഴ്സാണ്. അവർ ക്ലിക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ കണ്ടന്റ് ഉണ്ടാക്കുന്നതിനപ്പുറം അതിനെ ഒരു പ്രൊഫഷണൽ ഫിലിം റിവ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അവർക്കത് ചെയ്യാനുള്ള അവകാശം എന്ന് വെച്ചാൽ 100% ഉണ്ട്. അശ്വന്ത് കോക്കിനെന്നല്ല, ആർക്കും സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ആ റൈറ്റിനോടൊപ്പമാണ്. പക്ഷേ അതിന് ഫിലിം റിവ്യൂ എന്ന് പേരിട്ട് വിളിക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇനി ഒരു കാര്യം, ഇതേ ഡിജിറ്റൽ കണ്ടന്റുകൾ മലയാളികൾ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഒന്ന് സിനിമയ്ക്ക് തന്നെ ഒരു ദൂഷ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ റീൽസിൻ്റെ കാലത്ത് എനിക്കിപ്പോൾ ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നില്ല സൈഫു. 2 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ മൊബൈലിൽ ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം റീൽസിനോടാണ് നമുക്ക് വളരെ പെട്ടെന്ന് കഴിയുന്ന പരിപാടിക്കാണ്. തിയേറ്ററിൽ പോയാൽ പിന്നെ അതിൻ്റെ അകത്ത് കയറിയല്ലോ എന്ന് ഓർത്ത് അതിന് കാണുമെന്നല്ലാതെ മൊബൈലിൽ നമുക്കിപ്പോൾ ഒരു സിനിമ കാണാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇവർ കണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു കൂട്ടുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമാക്കാർ ഇത്തരം ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. യൂട്യൂബേഴ്സിനെ, ഓൺലൈൻ ചാനലുകളെ, പല കുയിലുകളുടെ പേരിലുള്ള ചാനലുകൾ മുതൽ പലതരം ചാനലുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് പ്രൊമോഷന് വേണ്ടി. കാരണം അത് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് സിനിമയുടെ പരസ്യം എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അശ്വന്ത് കോക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്ളോഗേഴ്സോ കാശ് വാങ്ങി റിവ്യൂ എന്നുള്ള ആരോപണം എനിക്കില്ല. പക്ഷേ അതിനുള്ളൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ സാധ്യത എന്താണ്? കാരണം ഇവരൊരു സിനിമയെ പുകഴ്ത്തുന്നത്, ഇപ്പോൾ ഒരു അശ്വന്ത് കോക്കിൻ്റെ തന്നെ ചില റിവ്യൂകളിൽ ഒരു സിനിമ ജയിലർ എന്ന സിനിമ രജനീകാന്തിൻ്റെ ഇറങ്ങിയപ്പോൾ സമാനമായ പേരിൽ മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയിരുന്നു, ജയിലർ എന്ന. ശരിക്കും ആ സിനിമ
ശാന്താറാം എന്നു പേരുള്ള മഹാനായ ഒരു സിനിമാക്കാരന് വേണ്ടിയുള്ള ട്രിബ്യൂട്ടാണ് ആ സിനിമ. ആ സിനിമയുടെ വേറൊരു പശ്ചാത്തലത്തിലാണ് ഇറങ്ങുന്നത് ആ സിനിമയുടെ. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, അശ്വന്ത് ഗോക്ക് ആ സിനിമയെ കീറി മുറിക്കുന്നത്. വളരെ മോശം സിനിമയാണ്, അതാണ് ഇതാണ്, ധ്യാൻ്റെ സിനിമയാണ്. സാധാരണ ധ്യാൻ്റെ സിനിമയെ കാണുന്ന പോലെ ആ സിനിമയെ കാണുന്നത്. ആക്ച്വലി ആ സിനിമ വേറൊരു ലെവൽ, വേറൊരു ലീഗിലുള്ള സിനിമയാണ്. അതൊന്നും അറിയാതെ ഈ ശാന്താറാമിൻ്റെ ട്രിബ്യൂട്ടാണെന്ന് പോലും അറിയാതെയാണ് ഈ സിനിമയെ പറ്റി കീറി മുറിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ പ്രൊഫഷണൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓൺലൈൻ ചാനലുകൾ എന്താണ് വ്യാപകമായി ഇങ്ങനെ ഈ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങുന്നുണ്ട്. പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് മറ്റു എതിർവശം കൂടി ഉണ്ടാവും. ഒരു സിനിമയെ നശിപ്പിക്കാനും ഈ ചാനലുകൾക്ക് കഴിയും. അപ്പോൾ ഈ പറയുന്ന മാധവ് സുരേഷ് ഉന്നയിക്കുന്ന പ്രശ്നം കാശ് വാങ്ങാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതിനർത്ഥം അശ്വന്ത് ഗോക്ക് കാശ് വാങ്ങിയെന്നല്ല. അശ്വന്ത് ഗോക്ക് വളരെ ധാർമ്മികരോഷത്തോടുകൂടിയാണ് മാധവ് സുരേഷിനെ ചെയ്ത് വിളിക്കുന്നത്. നിൻ്റെ അച്ഛൻ്റെ ഫാനായിരുന്നടാ ഞാൻ, അദ്ദേഹത്തിൻ്റെ ടൈഗർ സിനിമയൊക്കെ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടതാണ്, നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ കൊള്ളാവോ, നീ തെളിവ് കൊണ്ടുപോവാ, ഞാൻ ഡബിൾ ചലഞ്ച് ചെയ്യുന്നു, നിന്നെ തെളിവ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളിതിലില്ല സാർ. ഒന്ന് മാധവ് സുരേഷിൻ്റെ സിനിമകളോട് എനിക്ക് വലിയ താല്പര്യമില്ല, അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂവിനും താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ കേട്ടിരിക്കാത്തേ ഉള്ളൂ. തമാശ എൻ്റർടൈൻമെൻറ്റാണ്. സാഹിബ്, ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അല്ല, അതിൽ നമുക്കങ്ങനെ വിശ്വസിക്കാൻ നമ്മളിതൊന്നുമില്ല. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് പറഞ്ഞ ഇതിനൊന്നും തെളിവൊന്നുമില്ല. പക്ഷേ നമ്മൾ പലവട്ടം ഈ വിഷയം അശ്വന്ത് ഗോക്കുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. മുമ്പ് 2 വർഷം മുമ്പ് ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന ഒരു പരാമർശം വന്നിട്ടുണ്ട് കേരളത്തിൽ. അന്ന് ഇത്തരം ആളുകൾക്കെതിരെ കേസെടുക്കണം എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഉണ്ട്. അന്ന് നമ്മളിവിടെ സംസാരിച്ചു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കുറേ മുമ്പ് നമുക്ക് മലയാളത്തിൽ ഈ സാഹിത്യരചന നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ ആഴ്ചയും അവരുടെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, പേടി അല്ലെങ്കിൽ ജിജ്ഞാസ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാകൗമുദി വാരികയുടെ അവസാന ഭാഗത്ത് എം കൃഷ്ണൻ നായരുടെ സാഹിത്യഭാരഫലം ഉണ്ടാവും. അതിനകത്ത് എൻ്റെ കഥയെക്കുറിച്ച് നായർ എന്താണ് എഴുതുക, നായർ മോശമാക്കി എഴുതുമോ അല്ലെങ്കിൽ നന്നാക്കി എഴുതുമോ, മോശമാക്കി എഴുതുമോ എന്ന ആധി, മോശമാക്കി എഴുതുമോ അല്ല നന്നായി എഴുതുമോ എന്ന താല്പര്യം. ഇതാണ് ഓരോ എഴുത്തുകാരനെയും അവരുടെ ഒരു ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നൊരു കാര്യം. നോക്കുക, അന്ന് കൃഷ്ണൻ നായർ കൃഷ്ണൻ നായർ ഒരുപാട് എഴുത്തുകാർ, പ്രത്യേകിച്ച് ബഡിങ് റൈറ്റേഴ്സിനെ കാഷണമാക്കി വലിച്ചെറിഞ്ഞ സംഭവങ്ങളുണ്ട്. എമ്മാതിരി ഭാഷയാണെന്നറിയാമോ. ശരിക്കും ഒരു കഥ എഴുതി അതിനെക്കുറിച്ച് കൃഷ്ണൻ നായർ ഇങ്ങനെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം എഴുതി അത് വായിച്ചു കഴിഞ്ഞാലല്ലോ ആ കഥ എഴുതിയ മനുഷ്യൻ ഹൃദയസ്തംഭനം ഉണ്ടായിട്ട് മരിച്ചു. വാചാതി ഭാഷയിലാണ്, മോശം ഭാഷ എന്നല്ല കേട്ടോ പറയുന്നത്, വളരെ കുലീനമായ തെറി എന്ന് പറയാം. അങ്ങനെ കൃഷ്ണൻ നായർ എഴുതും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോവൽ, കഥ എന്നൊക്കെ പറയുന്ന ഒരു കൾച്ചറൽ പ്രോഡക്റ്റാണ്. അതേപോലെ ഒരു കൾച്ചറൽ പ്രോഡക്റ്റാണ് സിനിമ. അപ്പോൾ അതിന് റിവ്യൂ ചെയ്യുക, അതിനെക്കുറിച്ച് നല്ലതോ ചീത്തയായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ദാറ്റ്സ് പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ അസ്വസ്ഥരാണ്, അതിൽ കേസ് എടുക്കുക, നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് എടുക്കുക, അത് ഇൻഡസ്ട്രിയെ തകർക്കുന്നു എന്ന് പറയുക, അതൊന്നും ശരിയല്ല. ഇപ്പോൾ ഒരാളൊരു നെഗറ്റീവ് റിവ്യൂ ചെയ്യുകയാണ്, ബീറ്റ് അശ്വന്ത് ഗോക്ക് ഓർ സംബഡി എൽസ് എന്തോ ആവട്ടെ, അയാൾ യൂട്യൂബിലാണല്ലോ ഇവർ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ആ റിവ്യൂവിൻ്റെ താഴെ ആ റിവ്യൂവിനെതിരെ എന്തോ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് ഒരു സിനിമ റിവ്യൂ നടത്തുകയാണ്, അതാണ്ട് നീ പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മോശം ഭാഷയിൽ തന്നെ അതിനെതിരെ ഭയങ്കരമായ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ അതിൻ്റെ പേരിൽ ബഹളം വെച്ചാൽ എന്താ ചെയ്യും? അതിനൊന്നും അർത്ഥമില്ല. പാർട്ട് ഓഫ് ദ ബിസിനസ്. സ്വാഭാവികമായിട്ടും ഇത്തരം നല്ല കമൻറ്റ്സ് വരും, നല്ല റിവ്യൂസ് വരും, മോശം റിവ്യൂസ് വരും. ഇനി അത് പൈസ മേടിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, അശ്വന്ത് ഗോക്ക് പൈസ മേടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മാധവ് സുരേഷ് അല്ല അങ്ങനെ പറഞ്ഞത്. മാധവ് സുരേഷിൻ്റെ കൂടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസറാണ് പറയുന്നത്, പ്രൊഡ്യൂസറെയാണ് ഈ ചങ്ങായി പുലഭ്യം പറയുന്നത്. അപ്പോൾ അതിൽ തെളിവില്ലാതെ പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലായത് അശ്വന്ത് ഗോക്ക് അങ്ങനെ വാങ്ങേണ്ട ഒരാളല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ മനുഷ്യന് ഈ ഫീൽഡിൽ കുറേ കാലമായിട്ടുണ്ട്, വലിയൊരു ഫാൻ ക്ലബ്ബുണ്ട്. സ്വന്തമായി അശ്വന്ത് ഗോക്ക് എന്ത് പറയുന്നു എന്ന് നോക്കുന്ന, അശ്വന്ത് ഗോക്ക് എന്ത് പറയുന്നു എന്ന് നോക്കി സിനിമ കാണുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ നന്ന ചുരുങ്ങി അശ്വന്ത് ഗോക്ക് എന്ത് പറയുന്നു എന്ന് നോക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും നോക്കാറുണ്ട്, സ്ഥിരമായി നോക്കാറുണ്ട് എന്നല്ല പറയുന്നത്. ഞാൻ സിനിമ കാണുമ്പോൾ അശ്വന്ത് ഗോക്കോ അല്ലെ വേറെ ഏതെങ്കിലും റിവ്യൂവർ പറഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഇജാസിനോടാണ് ചോദിക്കുക. ഇജാസ് പറയുന്ന സിനിമ കാണുക എന്നുള്ളതാണ് നമ്മുടെ, ആ മനുഷ്യൻ്റെ അടുത്ത് അതിൻ്റെ ഇതുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. പക്ഷെ എന്ത് തന്നെയാലും പിന്നെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കാശ് ചോദിച്ചു എന്ന് പറയുമ്പോൾ അതൊരാൾക്കെതിരെ നടത്തുന്ന വ്യക്തിപരമായൊരു ആരോപണമാണ്, ഗുരുതരമായൊരു ആരോപണമാണ്. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉന്നയിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൊണ്ടുവരണം.
അപ്പോൾ അതിൽ അശ്വന്ത് കോക്ക് പറഞ്ഞത് ശരിയാണ്. എവിടെ തെളിവെന്ന് ചോദിക്കുമ്പോൾ ആ തെളിവ് കാണിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അശ്വന്ത് കോക്ക് ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള ആ ഭാഷ, ഈ പബ്ലിക് ഡിസൻസി പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല. പുള്ളി ഉപയോഗിച്ച പല വാക്കുകളുണ്ട്, അതിനൊന്നും ഒരു നിലക്കും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാശ് മേടിച്ചു എന്നും നെഗറ്റീവ് റിവ്യൂ ചെയ്യാതിരിക്കാൻ കാശ് മേടിച്ചു എന്ന് പറയുമ്പോൾ അതിന് തെളിവുകൾ കൊണ്ടുവരാം. അശ്വന്ത് കോക്കിൻ്റെ ഭാഷയെക്കുറിച്ച് ദാവൂദ് സാഹിബിന് സംശയം എന്താണെന്ന് പറയാം. മുമ്പ് ഫാൻ ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആളുകൾ പിള്ളേർ തെറി വിളിക്കാൻ വേണ്ടി തന്നെ, അതിൻ്റെ അഡ്മിനായിരുന്നു കക്ഷി. ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് തെറി വിളിക്കാൻ നിർത്തിയത്. ഇതിൽ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഒരു സിനിമയെ ഒരു റിവ്യൂവർക്ക് വിജയിപ്പിക്കാൻ പറ്റും, ഒരു റിവ്യൂവർക്ക് പരാജയപ്പെടുത്താൻ പറ്റും എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. സിനിമ കൊണ്ട് തന്നെയാണ് പരാജയപ്പെടുന്നതും വിജയിക്കുന്നതും. ഓഫ് കോഴ്സ് അതിനൊരു ഇനീഷ്യൽ പുള്ളിൽ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ദുസ്വാധീനിക്കാൻ ഇതിന് സാധിക്കുമായിരിക്കും. പക്ഷേ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. ഇനി വേറെ കാര്യം, കാശ് മേടിച്ച് നെഗറ്റീവ് റിവ്യൂ കിട്ടുന്നതാണല്ലോ പറയുന്നത്. പോസിറ്റീവ് റിവ്യൂ ഇടാൻ വേണ്ടി കാശ് കൊടുക്കുന്നുണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ്. അത് ഇതിൻ്റെ ബജറ്റിൽ തന്നെ അതിനെ വകയിരുത്തുന്നുണ്ട്. ലോബിങ്, പബ്ലിക് PR എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ടല്ലോ ഇതിനകത്ത്. ആ ഹെഡിൽ എന്താ നടക്കുന്നത്? പണ്ടെങ്ങനെയാണ് ഓർമ്മയില്ലേ? വെള്ളിയാഴ്ച മറ്റേ ജീപ്പിലെ അനൗൺസ്മെൻറ്റുമായിട്ട് വരും, ഇന്ന് തിയേറ്ററിൽ പടം കളിക്കുന്നുണ്ട്, ഒരു ബക്കറ്റിൽ നിറയെ മൈദ ഉണ്ടാവും, വലിയ 4 പീസാക്കിയിട്ടുള്ള പോസ്റ്റർ. ആ മൈദ അടിക്കുന്നു, ഇങ്ങനെ ഈ 4 പീസും ഒട്ടിച്ച് വെക്കുന്നു. ഇതല്ലേ മുമ്പുള്ള പ്രചാരണ രീതിയാണ്. ഇന്ന് ആ പരിപാടി ഇല്ലല്ലോ, പോസ്റ്റർ ഇല്ലല്ലോ, ഒന്നുമില്ല. ഇന്ന് പ്രധാനമായും പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന അവരുടെ ഹെഡറിൻ്റെ കീഴിൽ നടക്കുന്ന എക്സ്പെൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, റിവ്യൂവേഴ്സ്, ഇവർക്കെല്ലാം യൂട്യൂബേഴ്സ്, ഇവർക്കെല്ലാം പൈസ കൊടുത്തിട്ട് ചെയ്യിക്കുന്നുണ്ട്. അതൊരു മോശം കാര്യം ഞാൻ പറയുന്നില്ല. കാരണം അതും ഒരു കൂട്ടർ പരസ്യം ചെയ്യുന്നത് പോലെ ചെയ്യുന്ന വേറെ നിലക്കുള്ള കൈൻഡ് ഓഫ് എഡിറ്റോറിയലാണത്. യൂട്യൂബേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ പൈസ കൊടുക്കുന്നു, അവർ ആ സിനിമയെക്കുറിച്ച് പറയുന്നു. അത് തന്നെ വളരെ ഒരു മോശം സിനിമയെക്കുറിച്ച് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ വളരെ പോസിറ്റീവായ ഒരു റിവ്യൂ നടത്തിയെന്ന് വിചാരിക്കുക. 2 ആഴ്ച ഈ ഇൻഫ്ലുവൻസർക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അതും പ്രധാനമാണ്. കാരണം ആളുകൾ ഇവൻ്റെ വർത്തമാനം കേട്ടിട്ട് ഈ സിനിമ പോയി കാണുന്നു. അതാണ് ഈ ചങ്ങായി ഭയങ്കര അഭിപ്രായം പറഞ്ഞ സിനിമ, തല്ലിപ്പൊളി സിനിമയാണ് എന്ന് വരുമ്പോൾ ഈ സിനിമയെ മാത്രമല്ല അത് ബാധിക്കുന്നത്. ആരെ ബാധിക്കുന്നത്? ഈ ഇൻഫ്ലുവൻസറെ കൂടി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മോശം സിനിമയ്ക്ക് പൈസ കൊടുത്ത് നല്ല റിവ്യൂ ചെയ്യിച്ചത് കൊണ്ടും ആ സിനിമയും വിജയിക്കില്ല, ഈ ഇൻഫ്ലുവൻസർ പരാജയപ്പെടുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ആ പറയുന്നതിലൊരു അർത്ഥമില്ല. റിവ്യൂകൾ നടക്കട്ടെ, ആളുകൾക്ക് ഇതിൽ പ്രത്യേകിച്ചും ഈ നിയമപരമായിട്ട് ഇതിനകത്ത് ഇടപെടണം, പോലീസ് ഇടപെടണം എന്നൊക്കെയുള്ള വാദം, കേസ് എടുക്കണം എന്നുള്ള വാദമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലേ ഇതിനെവിടെ അതിരിടുന്നൊരു പ്രശ്നമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതൊന്നും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഇടപെടേണ്ട ഒരു വിഷയമേ അല്ല. ഇതിൻ്റെതായ ഒരു ഡൈനാമിക്സ് ഉണ്ട്. ആ ഡൈനാമിക്സിൽ കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ എന്താണ് അംഗം അട്ടഹാസം അല്ലേ ഈ സിനിമ? ഓഫ് കോഴ്സ് അതിൽ പണം മുടക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ വിജയിക്കുന്നില്ല, നഷ്ടത്തിലേക്ക് പോകുന്നു, തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ വിഷമം ഉണ്ടാവും. പക്ഷേ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഭയങ്കര പൊളിറ്റിക്സ് പോലെ തന്നെയാണ് സിനിമ. അതിനകത്തുണ്ടല്ലോ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് ഭൂസ്വത്ത് വിറ്റ് എത്ര അധികം ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും സാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലൊരു പ്രൊഡ്യൂസർ പണം മുടക്കുമ്പം അതെല്ലാം ആലോചിക്കണം. ആരാണ് കഥ എഴുതുന്നത്, ആരാണ് കാസ്റ്റിങ്, ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടും, അതാണ് ഇതൊരു ബേസിക്കലി ഒരു ബിസിനസ്സുകാരാണല്ലോ. അതിൻ്റെ ബിസിനസ് പ്രോസ്പെക്ട്സ് എന്താണെന്ന് ആലോചിച്ച് കരുതലോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് എത്ര നന്നായി സിനിമ ചെയ്താലും മോശം കമൻറ്റ്സ് പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതിനെയും അതിജീവിച്ച് സിനിമയ്ക്ക് പോകാൻ പറ്റും. ഈ വേറൊരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആൾ, അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂസ് കാണാറുണ്ട്. ഇപ്പോൾ ജിംസ് പറഞ്ഞില്ലേ, ഈ മുമ്പൊക്കെ സിനിമ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ പീരിയോഡിക്കൽസിലാണ് സാധാരണ. മാതൃഭൂമിയിൽ എനിക്ക് പറഞ്ഞു, മാതൃഭൂമിയുടെ ലാസ്റ്റ് പേജിലാണ് സിനിമ റിവ്യൂ ഉണ്ടാകുക. വിംസി ഉണ്ട്, പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. ലാസ്റ്റ് പേജിൽ ഒറ്റ പേജിലാണ് ഉണ്ടാകുക. അത് കൗതുകത്തോടെ, ഞാനൊക്കെ അത് കൗതുകത്തോടെ മാതൃഭൂമി കിട്ടിയാൽ തന്നെ ലാസ്റ്റ് പേജിൽ നിന്ന് വായന തുടങ്ങുന്ന അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ നോക്കൂ, അശ്വന്ത് കോക്ക് ഒരു അടയാളമാണ്, ഒരു ഉദാഹരണമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂ കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു. ഒരു പ്രത്യേകതരം ലാംഗ്വേജാണ്. നമ്മളൊരു സാധാരണ പരമ്പരാഗതമായ സിനിമ റിവ്യൂവിൻ്റെ അതിൻ്റെ ഒരു പാറ്റേണിലൊന്നുമല്ല. ആണ്ടൂർ മറ്റേ സഹദേവൻ സാറിനെ പറ്റി സഹദേവൻ സാർ ഇന്ത്യ വിഷനിൽ ചെയ്തുകൊണ്ടിരുന്നത് ഗംഭീരം. അതാണ് എൻ്റെ പോയിൻ്റ് അതാണ്. ഇപ്പോൾ സഹദേവൻ സാറിൻ്റെ റിവ്യൂസ് ആരാധനയോടുകൂടി നമ്മളത് കേട്ട് നിന്നിട്ടുണ്ട്. സിനിമ കാണുന്നത് പോലെ സഹദേവൻ സാറിൻ്റെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്.
പക്ഷേ നമുക്ക് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ പുതിയ തലമുറ എന്ന് ഞാൻ പറയില്ല, നമ്മളിപ്പോൾ പാരലൽ വേൾഡ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഒരു സബ് കൾച്ചർ, ഒരു സബ് ടെറൈൻ അവിടെ ഉണ്ട്. ഇപ്പോൾ കൂറ പാർട്ടി വന്നില്ലേ, നമ്മൾ ആരും പ്രതീക്ഷിച്ചു ഇങ്ങനെ ഒരു പാർട്ടി ഇത്രയും വലിയ ട്രാക്ഷൻ ഉണ്ടാക്കുന്നു. ഇതേപോലെ അശ്വന്ത് കോക്കിനെ കേൾക്കുന്ന ഒരു വലിയൊരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മുഖ്യധാരയിലില്ലാത്തത് കൊണ്ട്, അത് നമ്മൾ സാമ്പ്രദായികമായിട്ടുള്ള പരമ്പരാഗതമായ നമ്മളതുപോലെ ട്രഡീഷണൽ ചാനലിലൊന്നും അത് വരുന്നില്ല, അതിൻ്റെ ഭാഗമാവുന്നില്ല. സിനിമ റിവ്യൂ, ദ സോ കോൾഡ് ഹൈ പ്രൊഫൈൽ സിനിമ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് അത് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. നോക്കൂ, നമ്മൾ കാണാത്ത ഒരു സബ് ടെറൈൻ ഇവിടെ ഉണ്ട്, ഒരു സബ് കൾച്ചർ ഇവിടെയുണ്ട്, ഒരു പാരൽ വേൾഡ് ഇവിടെയുണ്ട്. അതിനകത്ത് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർ കാര്യങ്ങൾ അവരൊരു ഡിസൈസീവ് ഫോഴ്സായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ ആ ലോകത്ത് ഇടപെടാത്തത് കൊണ്ട് നമ്മൾ അവരെ സബ് ടെറൈനോ സബ് കൾച്ചറിനോ പാരൽ വേൾഡ് എന്നോ പറയുന്നു. അവർ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടാവും നമ്മൾ പാരൽ വേൾഡാണ്. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇത് ഏതാണ് റിയൽ വേൾഡ്, എന്താണ് മെയിൻ സ്ട്രീം വേൾഡ്, ഏതാണ് പാരൽ വേൾഡ് എന്നൊക്കെ വേറൊരു തർക്ക വിഷയമാണ്. അപ്പം ഇങ്ങനൊരു ലോകം ഇവിടെ ഉണ്ട്. അശ്വന്ത് കോക്കിനെ കേൾക്കുന്ന അത് മനസ്സിലായത് മറ്റേ ഈ ബുൾജെറ്റുകാർ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു അതാണ് റിയൽ വേൾഡ് എന്ന് വിചാരിച്ചു. അതിനും ഇതേമാതിരി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഫാക്ടർ, ഒരു വളരെ ഫോഴ്സ്ഫുള്ളായിട്ടൊരു ഫാക്ടറാണ്. അവർ ഡിസൈസീവാണ്. അവർ ഫിലിമിൽ മാത്രമല്ല പൊളിറ്റിക്സിലും ഡിസൈസീവാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ വി ഡി സതീശൻ്റെ സ്വീകാര്യതയിൽ ഒരു ഘടകം ഈ സബ് ടെറൈൻ വേൾഡാണ്. പ്രത്യേകിച്ച് മറ്റേ ഇതടിച്ചല്ലോ, ഏത് മോഡിഫിക്കേഷൻ. അത് നമുക്ക് പൊളിക്കാടാ എന്ന് പറഞ്ഞില്ലേ, പൊളിക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ള വേറെ ചോദ്യം. പക്ഷെ അത് അതിഭീകരമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളറിയാത്ത, നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അമ്മാവന്മാർ അറിയാത്ത ഒരു ലോകമുണ്ട്. അവിടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം മോശം കാര്യമാണെന്ന് നമ്മൾ വിധി ചെയ്തണ്ട. വളരെ ഗംഭീരമായുള്ളൊരു ഡിബേറ്റ് ഉണ്ട്. അവിടെ ഡിബേറ്റ് ഉണ്ട്. അവർക്ക് അവരുടേതായ വൊക്കാബുലറി ഉണ്ട്, അവരുടേതായ ലെക്സിക്കൻ ഉണ്ട്, അവരുടേതായ പ്രയോറിറ്റി ഫ്ലേവേഴ്സ് എല്ലാം ഉണ്ട്. അതുകൂടെ ഞാൻ പറയുന്നു, നമ്മളെ പാരൽ വേൾഡ്, സബ് ടെറൈൻ വേൾഡ്, ഈ വാക്കുകൾക്ക് പോലും പ്രസക്തിയില്ല. ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി എന്ന് മനസ്സിലാക്കുക. അശ്വന്ത് കോക്ക് ഒരു സിനിമാ നിരൂപകനാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ കേൾക്കുന്ന മനുഷ്യരുണ്ട്. അദ്ദേഹത്തെ കേട്ട മനുഷ്യർ അംഗമട്ടഹാസം വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ രോഷാകുലരാകുന്നതിലൊരു അർത്ഥമില്ല. അത്രയേ ഉള്ളൂ. യെസ്, അപ്പോൾ സിനിമാക്കാരുടെ വഴിക്ക് പോവുക, നല്ല സിനിമകൾ എടുക്കുക, റിവ്യൂവേഴ്സിനെ അവരുടെ വഴിക്ക് വിടുക, അതായിരിക്കും നല്ലത്.